പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമർ അക്ബർ ആന്റണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്നീ സിനിമകളിലൂടെ തിരക്കഥയും ഒപ്പം അഭിനയത്തിലും പ്രാവീണ്യം കാണിച്ച് കടന്നെത്തിയവരാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും. ഇവരുടെ കഥയിലും തിരക്കഥയിലും മറ്റൊരു വിജയം ഇതാണ് ഒരു യമണ്ടൻ പ്രേമകഥ. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രം ഒരു പ്രേമകഥ മാത്രമല്ല, ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒട്ടേറെ ഘടകങ്ങളും ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാം. 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളത്തിലേക്ക് ദുൽഖർ തിരിച്ചെത്തുന്നു എന്ന വലിയ പ്രതീക്ഷ കൂടി ചേരുമ്പോൾ ചിത്രം നൽകുന്നത് ഇരട്ടി മധുരമാണ്. ഇടതടവില്ലാതെ ചിരിക്കാൻ ഈ സിനിമ ധാരാളമാണ് എന്നതാണ് ആദ്യം തന്നെ പറയാനുള്ള വസ്തുത. ദുൽഖർ ഫാൻസിന് മാത്രമല്ല, ഏതൊരു സാധാരണ പ്രേക്ഷകനും ചിത്രം ഇഷ്ടപ്പെട്ടിരിക്കും. വലിയ മാസൊന്നുമല്ലെങ്കിലും സാധാരണ പ്രേക്ഷകന് ചിത്രം ക്ലാസ് ആണ്. കോമഡിക്ക് പ്രാധാന്യം നൽകി തിരക്കഥ എന്നു മാത്രമേ ഈ ചിത്രത്തെ പറയാനുള്ളൂ. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ അല്പം യമണ്ടൻ പ്രണയ സ്റ്റോറിയൊക്കെ കടന്നു പോകുന്നുണ്ട്. അത് തീർത്തും സസ്പെൻസായി തന്നെ നിലനിൽക്കട്ടെ. ദുൽഖറിൻ്റെ മരണമാസ പടം, അതിമാനുഷിക കഥാപാത്രം എന്നിവയൊന്നും പ്രതീക്ഷിച്ച് ഈ പടം കാണാൻ പോകേണ്ട യാതൊരു ആവശ്യകതയുമില്ല. അത്തരത്തിൽ സിനിമ പ്രതീക്ഷിച്ച് പോകുന്ന പ്രേക്ഷകന് നിരാശനാകാനേ തരമുള്ളൂ എന്ന് തന്നെ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തങ്ങളുടെ കൂട്ടുകെട്ടിലൊരുക്കിയ തിരക്കഥകളുടെ രസകരമായ ആവർത്തനങ്ങൾ ഈ സിനിമയിലും എവിടെയൊക്കെയോ നിഴലിക്കുന്നുണ്ട്. അതിഭാവുകത്വങ്ങളില്ലാതെ സാധാരണക്കാരനായി കടന്നു പോകുന്ന നായകൻ്റെ സൗഹൃദ വലയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ തനിയാവർത്തനമുണ്ട്. ഇനി കഥയും കഥാപാത്രങ്ങളും എടുത്താൽ ലല്ലു എന്നാണ് ദുൽഖറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ആത്മസുഹൃത്തുക്കളായി വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അന്ധനായെത്തുന്ന ഡെന്നി എന്ന കഥാപാത്രം, സൗബിൻ്റെ വിക്കി എന്ന കഥാപാത്രം, മുഴുനീള ചിരി സമ്മാനിക്കുന്ന സലീം കുമാറിൻ്റെ കഥാപാത്രവും കടന്നെത്തുന്നു. അമർ അക്ബർ ആന്റണി എന്ന ആദ്യ സിനിമയുടേതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുത്താവുന്ന കോമഡികളും സംഭാഷണങ്ങളുമൊക്കെ ഇതിലും നൽകുന്നുണ്ട്. ആദ്യ പകുതി ആ സിനിമയുടെ സ്റ്റൈലിലേക്ക് പോയെങ്കിൽ രണ്ടാം പകുതി ചാർലി സിനിമയുടെ സെറ്റപ്പിലേക്കൊക്കെ മാറിയതായി എവിടെയൊക്കെ തോന്നലാണെങ്കിൽ വിട്ടുകളയുക. വലിയ വീട്ടിൽ ജനിച്ച നായകൻ. ഈ നായകന് ആഡംബരങ്ങളെ ഇഷ്ടപ്പെടാതെ ഉന്മാദവാനായി കറങ്ങി നടക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. തന്നിലേക്ക് നടന്നെത്തുന്ന പ്രണയങ്ങൾ, ഒഴിവാക്കലുകൾ, പ്രതീക്ഷ നൽകി പ്രണയത്തെ തേടിയുള്ള നായകൻ്റെ അന്വേഷണങ്ങൾ, ഇവയൊക്കെയാണ് ഈ ചിത്രം. ഏറ്റവും ശ്രദ്ധേയം ദുൽഖറിൻ്റെ കഥാപാത്രം തന്നെയാണ്. ഏത് കഥാപാത്രത്തെയും തൻ്റേതായ രീതിയിൽ പ്രതിഫലിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന ദുൽഖറിൻ്റെ പ്രതിഭ ഇവിടെയും മുറതെറ്റാതെ ആവർത്തിക്കുന്നു. വിഷ്ണുവും ബിബിനും കഥ കൊണ്ട് മാത്രമല്ല അഭിനയം കൊണ്ടും അമ്പരപ്പിച്ചിരിക്കും. വൈകല്യമുള്ള പ്രതിനായകനായി എത്തുന്ന ബിബിൻ ജോർജിൻ്റെ കഥാപാത്രത്തെ പ്രശംസിക്കാതിരിക്കാനും തരമില്ല. ജസ്ന എന്ന സംയുക്ത മേനോൻ്റെ കഥാപാത്രത്തിൽ നായകൻ്റെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ കാര്യമായ റോളുള്ളതായി തോന്നിയിട്ടില്ല. നിഖില വിമലിൻ്റെ കഥാപാത്രം എവിടെയൊക്കെയോ മനസ്സിൽ തട്ടും. കടുകട്ടി ഡയലോഗുകൾ തട്ടിവിട്ട് കയ്യടി വാങ്ങുന്ന നായകനോ പ്രതിനായകനോ ഒന്നും ഈ കഥയിൽ പ്രതീക്ഷിക്കേണ്ട. സാധാരണക്കാരനായ നായകൻ, കഥ വഴി ഇത്ര തന്നെ സിനിമ. കഥയിലും തിരക്കഥയിലും പുതുമ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ചിത്രം പറയുന്നുണ്ട്. അത് എന്താണെന്ന് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് തീരുമാനിക്കാം. കഥാപാത്രങ്ങളിൽ രഞ്ജി പണിക്കരുടെ അച്ഛൻ കഥാപാത്രം, ദിലീഷ് പോത്തൻ്റെ പോലീസ് റോൾ, ഹരീഷ് കണാറിൻ്റെ ചായപ്പിടിക്കാരൻ്റെ റോൾ, ധർമ്മജൻ ബോൾഗാട്ടി, ബൈജുവിൻ്റെ SI റോൾ എന്നിവയൊക്കെ കലക്കിയിട്ടുണ്ട്. നാദിർഷയുടെ സംഗീതം, P. സുകുമാറിൻ്റെ ഛായാഗ്രഹണം എന്നിവ കയ്യടി അർഹിക്കുന്നുണ്ട്. സിനി ലൈഫ്.